എന്ത് ടെൻഷൻ? അതല്ലടോ, തന്നെയും മോളെയും കൂട്ടിക്കൊണ്ട് വന്നാല് സ്വത്തൊക്കെ എന്റെ പേരിലോട്ട് എഴുതരാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ഇത്രയും ദിവസം ആയില്ലേ, അച്ഛന്റെ ഭാഗത്തൊന്നും ഒരനക്കവും ഇല്ല. സ്വത്ത് അച്ഛന്റെ പേരിൽ തന്നെ ഇരുന്നാൽ എന്താ കുഴപ്പം? എപ്പോഴായാലും അത് വിപിനുള്ളത് തന്നെയല്ലേ? കാരണന്മാരൊക്കെ ആയിരിക്കും സ്വത്തിനൊരു കുഴപ്പമുണ്ട്. അതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വളരില്ല, വർദ്ധിക്കില്ല. ഇവർക്ക് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും അറിയില്ല. തേങ്ങയുടെ കണക്ക്, നെല്ലിക്കയുടെ കണക്ക്, അങ്ങനെ ചില പാരമ്പര്യ ബിസിനസ്സുകളെ കുറിച്ച് അവർക്ക് അറിയും. മറിച്ച് ഇത്രയും സ്വത്ത് നമ്മുടെ കിട്ടിയാലോ, അത് 10 or 100 ഇരട്ടിയാക്കാൻ അധികം ദിവസമൊന്നും വേണ്ട. എന്റെ മനസ്സിൽ കുറെ പ്ലാനുകളുണ്ട്. അതൊക്കെ സക്സസ്ഫുൾ പ്ലാനാ. അതിന് വേണ്ടത് പണവാ. അച്ഛൻ ഇങ്ങനെ നിധിയും കൊണ്ടിരിക്കുന്ന ഭൂതത്തെ പോലെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അച്ഛന്റെ കാലശേഷം എന്നൊക്കെ പറയുന്നത് അതൊരു സ്വപ്നമാണ്. കാലശേഷം സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞ് അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്താ വിപിനെ എത്ര സിമ്പിളായിട്ടാ സംസാരിക്കുന്നേ? എടോ, ഈ കാലശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ ഏറ്റവും കുഴപ്പം പിടിച്ച കാര്യമെന്നാ. എന്നാ പിന്നെ ഇവര് ചിന്തിക്കണം, നമുക്കിനി ചെയ്യാൻ ഒന്നുമില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന്. വിപിൻ ഇതുവരെ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. ബിസിനസിന്റെ കാര്യം വിപിൻ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പ അറിയാലോ അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നേരെ അവരിടൂ. നാളെ തന്നെ സംസാരിക്കാം. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാ തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇല്ല, താൻ പറയടോ. എനിക്ക് സിറ്റിയില് വലിയൊരു വീട് വെക്കണം, ആരും കണ്ടാൽ അതിശയിക്കുന്ന വീട്. എന്നിട്ട് ഹരിയേട്ടനെ നിത്യയും നമുക്ക് അങ്ങോട്ട് വിളിക്കണം. ചിലപ്പോ വിളിച്ചാ വരില്ലായിരിക്കും, നിർബന്ധിച്ചു കൊണ്ടുവരണം. വീണയുടെ കൊട്ടാരം ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. തന്റെ മനസ്സിപ്പോഴും അവിടെ തന്നെ കിടക്കാണല്ലേ? എടോ, നമുക്ക് അതിശയിപ്പിക്കാനും തോൽപ്പിക്കാനും ഉള്ളത് ഹരിയെ നിത്യം മാത്രമല്ല, വേറെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് പേരുണ്ട്. അച്ഛനെ സ്വത്തൊന്ന് എഴുതി തന്നിട്ടെ, പിന്നെ താൻ ഇതുവരെ കാണാത്ത ലോകവും വലിയ വലിയ ആളുകളെയും ഞാൻ കാണിച്ചു തരും. പിന്നെ അവരോടൊപ്പമായിരിക്കും തന്നെ സഞ്ചാരം. എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയതിനു ശേഷം സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. എല്ലാം അനുഭവിക്കേണ്ട പ്രായത്തിൽ തന്നെ അനുഭവിക്കണം, അതാണ് അതിന്റെ ഒരു ശരി. എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ.